അതിരൂക്ഷ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ നടപ്പു വർഷത്തെ പദ്ധതി ചെലവ് വെട്ടിച്ചുരുക്കുമെന്ന സൂചന പുറത്തുവരികയാണ്. അല്ലാതെ ഇനി കേരളത്തിൽ ജീവിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് എന്ന് വ്യക്തം. നടപ്പു വർഷത്തെ പദ്ധതി ചെലവ് പോലും 50% എത്തിയിട്ടേ ഉള്ളൂ. ഈ സാഹചര്യത്തിലാണ് നീക്കം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ പദ്ധതികൾക്ക് പണം കണ്ടെത്തുക അപ്രായോഗികമാണ്. വായ്പ എടുക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണവും ഉണ്ട്. അതുകൊണ്ടാണ് ഈ നീക്കം. പുതിയ ബജറ്റിലും സാമ്പത്തിക പ്രതിസന്ധി നിഴലിക്കും. സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി 2-ന് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കും. വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പുതിയ മാർഗങ്ങൾ തേടും. എന്നാൽ അത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന് ആർക്കും തന്നെ ഉറപ്പില്ല. ഫെബ്രുവരി 1-നാണ് കേന്ദ്ര ബജറ്റ്. ഇത്തവണ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് കിട്ടുന്ന നികുതി വിഹിതം സാമ്പത്തിക സഹായവും അറിഞ്ഞ ശേഷം ബജറ്റിൽ തീരുമാനം എടുക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നിർമ്മല സീതാരാമനുമായി ഉടക്കി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ അധികമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരടക്കമുള്ളവർ പറയുന്നത്. അതായത് കേന്ദ്ര ബജറ്റിന് ശേഷം മാത്രമേ സംസ്ഥാന ബജറ്റിന് അന്തിമ രൂപം പോലും നൽകാനാകൂ എന്ന് സാരം. അതാണ് അവസ്ഥ. കേന്ദ്രത്തെ അതിരൂക്ഷമായി വിമർശിക്കുന്നതാകും ഇത്തവണത്തെ ബജറ്റ്. സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ പ്രതീക്ഷിച്ച തോതിൽ കടമെടുക്കാൻ അനുമതി കിട്ടാത്തതാണ് കേരളത്തെ വെട്ടിലാക്കുന്നത്. ഈ വർഷം ഇനി പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കാവുന്നത് 1838 കോടി മാത്രം. അതുകൊണ്ട് ശമ്പളം പോലും കൊടുക്കാനാവാത്ത അവസ്ഥയും. പെട്രോൾ സെസ് വേണ്ടെന്ന് വെച്ച് ജനകീയ മുഖം നേടാനുള്ള പിണറായി സർക്കാരിന്റെ മോഹത്തിനും തിരിച്ചടിയാണ് ഇത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്ത അവസ്ഥയും. സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ പുതിയ വരുമാന മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ ധനമന്ത്രി അധ്യക്ഷനായി 14 പേർ ഉൾപ്പെടുന്ന വിദഗ്ധ സമിതി രൂപവൽക്കരിച്ചതായി ഉത്തരവ് പുറത്തിറക്കിയെങ്കിലും പിന്നീട് ധനവകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്ന് നീക്കി. ബജറ്റിന് മുന്നോടിയായുള്ള ചർച്ചയ്ക്ക് വിദഗ്ധരെ ക്ഷണിക്കാനുള്ള നിർദ്ദേശം നൽകിയത് വിദഗ്ധ സമിതി രൂപവൽക്കരിച്ചത് തെറ്റിദ്ധരിച്ച് ഉദ്യോഗസ്ഥർ അബദ്ധത്തിൽ ഉത്തരവിറക്കിയതാണെന്നാണ് വിശദീകരണം. അങ്ങനെ നിരവധി ആശയക്കുഴപ്പങ്ങൾ ധനവകുപ്പിലുണ്ട്. 4 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട്. ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ക്ഷേമബദ്ധയിലും ശമ്പളം പരിഷ്കരിച്ച വകയിലും വൻ കുടിശ്ശികയാണ് ഉള്ളത്. ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ക്ഷേമബദ്ധയിലും ശമ്പളം പരിഷ്കരിച്ച വകയിലും വൻ കുടിശ്ശികയുണ്ട്. കരാറുകാർക്ക് ഉൾപ്പെടെ ഏറ്റവും കുറഞ്ഞത് 40,000 കോടി രൂപയെങ്കിലും നൽകാനുണ്ട്. ഇവയൊന്നും നിലവിൽ നൽകാനാവാത്ത സ്ഥിതിയാണ്. ബജറ്റിന് മുന്നോടിയായി വിവിധ വിഭാഗങ്ങളുടെ പ്രതിനിധികളുമായി ചർച്ചകൾ തുടരുകയാണ്. ശനിയാഴ്ച സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച നടന്നു. ഡോക്ടർ KP കണ്ണൻ, ഡോക്ടർ BA പ്രകാശ്, ലേഖ ചക്രവർത്തി തുടങ്ങിയവർ നിർദ്ദേശങ്ങൾ നൽകി. എണ്ണയ്ക്കും മണ്ണെണ്ണയ്ക്കും മദ്യത്തിനും വാഹനത്തിനും അടക്കം നികുതി കൂട്ടി. സകല മേഖലയിലും രൂക്ഷമായ വിലകയറ്റം അടിച്ചേൽപ്പിച്ചതായിരുന്നു 2ാം പിണറായി സർക്കാരിന്റെ 3ാം ബജറ്റ് എന്ന വിമർശനം ഉയർന്നത്.